കത്തിരിക്കയും ഉരുളക്കിഴങ്ങും കൂടെ വെച്ചിട്ട് ഒരു ഡ്രൈ മസാല റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനും നല്ലതാണ്. ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 കത്തിരിക്കയും 3 ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഞാനൊരു ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കോലത്തിൻ്റെ ഒരു ഇതള്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, പിന്നെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് 1/2 ടീസ്പൂൺ വീതം ജീരകം, പെരിഞ്ജീരകം, ഒന്ന് ക്രഷ് ചെയ്ത് പച്ചമല്ലി ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവോളയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി സവോള ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ മൂടി വെച്ചൊന്ന് വേവിക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. ഒരു മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സവോള നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിന് വേവ് കൂടുതലുണ്ടല്ലോ, അപ്പോൾ അത് ആദ്യമേ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കത്തിരിക്ക, അരച്ച് വെച്ച തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഇടുന്നത്, അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. ഓൾറെഡി ഇതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഒന്ന് ഇളക്കി മൂടി വെച്ച് 1 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം. വഴുതനങ്ങ പെട്ടെന്ന് വെന്തോളും. ഉരുളക്കിഴങ്ങ് ഒരുപാട് ഉടഞ്ഞു പോകാതെ വേവിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ ആയതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. 1-2 പ്രാവശ്യം തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിലൊക്കെ മല്ലിയിലയുടെ തണ്ട് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. അത് ഞാൻ കളയാറില്ല, ഇങ്ങനത്തെ കറികളിലൊക്കെ ചേർക്കുകയാണ് ചെയ്യുന്നത്. 2-3 പ്രാവശ്യം അടിക്ക് പിടിക്കാതെ ഞാനൊന്ന് ഇളക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്തുടഞ്ഞു പോകാതെ നോക്കണം. ഇതിലേക്ക് കസൂരി മേത്തിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി പറയാൻ മറക്കണ്ട. ഈ ഒരു കറി ഉണ്ടല്ലോ, ബ്രെഡിനുള്ളിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ അടിപൊളി സാൻഡ്വിച്ചായി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്